ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. നമസ്കാരം. 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 എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ജീവിതം ഇങ്ങനെ എന്താ പറയുക, ഇതുവരെ വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങനെ പോകുന്നു. മൊത്തത്തിൽ സുഖം എന്ന് പറയാം. കാരണം ഞാനിപ്പോൾ ഈ രംഗത്ത് വന്നിട്ട് 45 വർഷം കഴിഞ്ഞു. അതെ. അപ്പോൾ ഇന്ന് വരെയും എനിക്കങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. സിനിമയിൽ അത്ര സജീവമല്ലായിരുന്നുവെങ്കിൽ പോലും ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെയാണ് ഒരു സിനിമാ പാട്ട് പാടുന്നത്. പക്ഷെ ആ പാടുന്ന പാട്ടുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടു. കേൾക്കാത്ത ശബ്ദത്തിലാണ് തുടങ്ങിയത്. അതെ, 81-ലാണ് ഞാൻ ആദ്യമായിട്ടുള്ള സിനിമാ പാട്ട് പാടുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. തീർച്ചയായിട്ടും ഏതാണ്ട് 40 വർഷത്തോളമായിട്ട് ആ പാട്ട് ആളുകൾക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, വല്ലപ്പോഴുമൊക്കെയാണ് പാടുന്നതെങ്കിലും പാടിയ പല പാട്ടുകളും ആളുകൾക്ക് മനസ്സിലുണ്ട്, അറിയാം. പിന്നെ കൂടുതൽ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ വന്ന് കയറിയില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ന്യൂജൻ സിനിമകൾ എന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അതെ. പ്രേമലൂലും പാടി ഈ ഇത്രയും നീണ്ട വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ, കുറേ അനുഭവങ്ങളും മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും കടന്നു വന്ന വഴികൾ, കഷ്ടപ്പാടിൻ്റെ വഴികൾ. കഷ്ടപ്പാടെന്ന് ഞാൻ പറഞ്ഞത് ഈ രംഗത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് കലാരംഗത്തേക്ക് കടന്നു വരാൻ ആളുകൾക്ക് പൊതുവെ ഒരു മടിയായിരുന്നു. എന്നുവെച്ചാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, കലയെന്നും, അതായത് രാജഭരണ കാലത്ത് പോലും കലയ്ക്ക് കലയുടേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം രാജഭരണകാലത്ത് കൊട്ടാരം വൈദ്യൻ, കൊട്ടാരം ഗായകൻ, കൊട്ടാരം വിദൂഷകൻ, ഇങ്ങനെ കൊട്ടാരം നർത്തകൻ, ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പോസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കൊട്ടാരം ഗായകൻ എന്ന് പറയുന്നത് ഒരു വലിയ പോസ്റ്റാണ്. പക്ഷേ ആ രംഗത്തേക്ക് ആളുകൾ കടന്നു വരാനോ അല്ലെങ്കിൽ ആ രംഗത്ത് വന്നവരെ അത് കീപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിവൈനിറ്റി അല്ലെങ്കിൽ ഒരു വില ഇടിഞ്ഞുപോയി. ഓക്കെ. ഇപ്പോഴീ ന്യൂജൻ എന്ന തരത്തിലുള്ള പാട്ടുകൾക്ക് പോലും അങ്ങനെ ഒരു ലേബിള് വെച്ചിട്ടുണ്ട്. ഈ പുതിയ പാട്ടുകാരെ അല്ലെങ്കിൽ പുതിയ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു വിലയിരുത്തൽ? പണ്ടത്തെ പാട്ടുകളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും പണ്ടത്തെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയും. തീർച്ചയായിട്ടും അത് അങ്ങനെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു പാട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ആ പാട്ട് എന്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സിനിമയിലാണെങ്കിൽ ആ സിറ്റുവേഷൻ അത് ചിലപ്പോൾ പ്രേമമായിരിക്കാം, ചിലപ്പോൾ വിരഹമായിരിക്കാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പാട്ട് ഉണ്ടാകുന്നു. ആ പാട്ടിന് അതിൻ്റെ അർത്ഥവത്തായ രീതിയിലുള്ള സംഗീതം കൊടുക്കുന്നു. ആ സംഗീതത്തിൽ അതിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയ ശബ്ദങ്ങളെയായിരുന്നു അന്ന് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അത് കൂടുതലും നമ്മുടെ എന്താ പറയുക, ആ ഒരു നാട്ട് രീതിയിലുള്ള ക്ലാസിക്കലി ബേസ്ഡ് ആയിരുന്നു. കുറച്ച് രാഗങ്ങളും അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാം ക്ലാസിക്കൽ ആയണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ വികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പം ശോകമാണെങ്കിൽ ആ ഒരു ഫീലിലാണ് നമ്മൾ ആ പാട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ന്യൂജൻ എന്ന് പറയുമ്പോൾ എല്ലാം ഓട്ടമാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു രീതി ആയിരുന്നില്ല അന്ന്. കാരണം വികാരത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു. അതിപ്പം ദേഷ്യമായാലും ശരി, ഇപ്പോൾ പിന്നെ കളിയാക്കിയുള്ള കോമഡി ആണെങ്കിലും ശരി. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട ഒരു സിനിമയിലെ പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീന്. വെച്ചാൽ നസീർ സാർ ഇങ്ങനെ ആ സീൻ അങ്ങനെയാണ്. ഇപ്പോൾ ജയഭാരതിയായിരുന്നു ആ റോളിൽ അഭിനയിച്ചത്. മുൻകോപക്കാരി എന്ന് പറഞ്ഞൊരു പാട്ട്. മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവ്. അപ്പോൾ ആ ആളിനെ പറ്റിയുള്ള വർണ്ണനയാണ്. അപ്പോൾ അതിനകത്ത് ദേഷ്യം വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ശബ്ദത്തിൽ വരണം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകാരെയും പിന്നെ അഭിനേതാക്കളെയൊക്കെ ആയിരുന്നു അന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ആരാണോ അവർ സെലക്ട് ചെയ്തത്. പക്ഷെ അതിൽ വിരലെണ്ണാവുന്നവരായിരിക്കാം. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു നല്ലത്. കാരണം ഇപ്പോൾ പണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയും. നമ്മളൊക്കെ ഈ ഗൾഫ് എന്ന ആൾക്കാർ വരാൻ തുടങ്ങിയത് 70-ന് ശേഷമാണ്. അപ്പോൾ അന്നൊക്കെ കൊണ്ടുവരുന്ന ടേപ്പ് റെക്കോർഡറൊക്കെ ഉണ്ട്.
ഒരു ടേപ്പ് റെക്കോർഡർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 15 കിലോ ഒക്കെ കാണും ചിലപ്പോൾ. ചെറിയൊരു സൂട്ട് കേസ്. അതെ, ഭയങ്കര നല്ല വെയിറ്റ് ആയിരിക്കും. അതിൻ്റെ അകത്തെ പാർട്സ് ഒക്കെ നല്ല ഒറിജിനൽ എന്താ പറയുക മെറ്റൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇന്നത്തെ അതല്ല, ഇന്നത്തെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. എല്ലാം പെട്ടെന്ന് പോവുകയാണ്. കാരണം അങ്ങനെ പോയെങ്കിലേ പുതിയ അടുത്ത ബിസിനസ്സാണ്. അത് മറ്റേത് 35 വർഷം നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വർഷം അവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യേശുദാസ് വന്നു, അല്ലെങ്കിൽ ജയചന്ദ്രൻ വന്നു സംഗീതത്തിൽ, അതേപോലെ നസീർ സാറ് വന്നു, സത്യൻ സാറ് വന്നു, മധു വന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നു. അതേപോലെ നമ്മൾ നോർത്തിലോട്ട് പോയാലും മുഹമ്മദ് റഫി, കിഷോർ കുമാർ, മന്നാടെ, മുകേഷ്, ഇങ്ങനെ ഒരുപാട് പാട്ട്, ലതാ മങ്കേഷ്കർ, ആശ ഭോൺസ്ലെ, അങ്ങനെ ഒത്തിരി തമിഴിലാണെങ്കിലും അതിൻ്റെതായ രീതിയിൽ അന്നത്തെ പാട്ടുകാർ. അപ്പോൾ അവരെല്ലാം നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിരുന്നു ആ ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന കൾച്ചറാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇത് ചളുങ്ങി അങ്ങനെയായി. അങ്ങനെ വന്നപ്പോൾ ആരും അറിയത്തില്ല, എഴുത്തുകാരെ അറിയത്തില്ല, സംഗീതം ചെയ്യുന്നവരും അറിയത്തില്ല, പാടിയവരും അറിയത്തില്ല. പിന്നെ ഇത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ HMV, ഇൻട്രക്കോ, പോളിഡോർ ഒക്കെ പറഞ്ഞ റെക്കോർഡിങ് കമ്പനികളുണ്ടായിരുന്നു. ആ കമ്പനികൾക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം മൊബൈൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അല്ല, ഇതുപോലെ കുറേയധികം പേര് ചേട്ടൻ്റെ അടുത്തേക്കും വരുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ആക്സസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തു. ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിലൂടെ നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ആ ശബ്ദം അങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഡെപ്തും വെയ്റ്റും ഹൈ പിച്ച്, ലോ പിച്ച് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല ഇന്ന് പലപ്പോഴും. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 10, 15, 18 മണിക്കൂറൊക്കെ ചിലപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് പാട്ട് കൊണ്ട് മാത്രമല്ല, ആ പാട്ടിന് വേണ്ടി പോകുന്ന സമയം ഉൾപ്പെടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ തൂങ്ങിപ്പോവും. ലോറിയിൽ പോയിട്ടുണ്ട് ഞാൻ. രാത്രി ഗാനമേള കഴിഞ്ഞ് വന്ന് കൊട്ടാരക്കര, ആറ്റിങ്ങൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് 5 മണിയാകാതെ വണ്ടി ബസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നിലിങ്ങനെ നിൽക്കും, ആരെങ്കിലും ലോറിക്കാരെ കൈ കാണിക്കും, കയറിപ്പോരും, വന്ന് കിടന്നുറങ്ങും, ഉച്ചയാകുമ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തതിൻ്റെ. അപ്പം അന്ന് പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം ഈ പ്രായത്തിലും 67-ാം വയസ്സിൽ ഞാൻ നേരത്തെ ആ 2 ലൈനെല്ലാം പാടിയ സമയത്ത് ഞാനിങ്ങനെ കേട്ട് നിൽക്കുമായിരുന്നു. അത് എന്ത് രസമാണ് ഇപ്പോഴും. അപ്പം അത് നമ്മൾക്ക് കിട്ടിയ ഒരു പ്രാക്ടീസാണത്. അല്ലാതെ ഞാനിപ്പോൾ അങ്ങോട്ട് പാടി തകർത്തുകളെന്ന് പറഞ്ഞ് വന്നതല്ല. എത്രയോ വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇത്. ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം 10-12 വയസ്സുള്ള പിള്ളേർ വയറ്റത്ത് കടിച്ച് പാടുന്നത്. അവനെ ഏത് അന്റാർട്ടിക്കയെ കൊണ്ട് നിർത്തി പാടിച്ചാലും അവൻ അതുപോലെ പാടും. എന്ന് വെച്ചാൽ അവൻ്റെ തൊണ്ട അതുപോലെ ആണ്. ഇപ്പോഴും ഇതുപോലെ ഈ വോയിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡായിട്ടുള്ള വർക്ക് ഇത് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ കഴിക്കും. അങ്ങനെ ഒന്നുമില്ല. കാരണം നമുക്കിപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ച് കടിക്കാത്ത എല്ലാത്തിനെയും തിന്നും. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു അവസ്ഥയിലെത്തി കഴിയോ ഞാൻ ഇത് മാത്രമേ കഴിക്കൂ, ഇത് കോഴിയുടെ ഈ കാല് മാത്രമേ കഴിക്കൂ, അങ്ങനെയൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. അത്യാവശ്യം ശബ്ദങ്ങളെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ സാധാരണ എല്ലാവരോടും ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു മാസ്കുലൈൻ വോയിസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ ഇപ്പം മീശ അന്നൊക്കെ കിളിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. ചിലർക്കൊന്നും മീശ ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടി ഉണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ചളിപ്പാണ്. കാരണം ആളുകളുടെ മുമ്പിൽ പോകുമ്പോഴത്തേക്കും മീശയില്ല, അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡെപ്ത്ത്, വോയിസിന് ഉള്ള ഡെപ്ത്ത്, അല്ലെങ്കിൽ ആളിനെ കാണുമ്പോൾ ഉള്ളൊരാകാരം, ഇതൊക്കെയാണ് ഒരു അളവുകോല് പോലെ. അപ്പം അന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് യേശുദാസാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം എന്ന് പറയുന്നതായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് 3 സ്ഥായിലും പോകും. ഇപ്പം നമ്മൾ ഹാർമോണിയത്തിൽ 3 സ്ഥായിയാണ്. ഇപ്പം സരിഗമപധനിസ, 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 അങ്ങനെ 3 സ്ഥായി. ഈ 3 സ്ഥായിലും ഈസി ആയിട്ട് പോകുന്ന ഒരു ശബ്ദമാണ്. താഴത്തെ സായൊക്കെ പിടിക്കണമെങ്കിൽ അത് നല്ല സരിഗമ പദനി സരിഗമ പദനി സ, ഇങ്ങനെ ആ 3 സ്ഥായിലെയും പുള്ളിക്ക് ഈ ശബ്ദം കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആ ശബ്ദത്തിലുള്ള വികാരം,
ഇപ്പം ഡെപ്തിൽ വന്നാലും ഹൈ പിച്ചിൽ പോയാലും ആ ശബ്ദത്തിനകത്ത് കിട്ടുന്ന ഒരു വികാരമുണ്ട്. ആ വികാരമായിരുന്നു എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള കാര്യം. ദാസേട്ടനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ 72 അന്ന് അദ്ദേഹം സിനിമയിൽ വന്നിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ യേശുദാസ് വരുമായിരുന്നു 72. അപ്പോൾ അവിടുത്തെ പയ്യനും ഞാനും ഒന്നിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നാളെ ദാസങ്ങൾ വരും. അപ്പം ഞാൻ ചോദിച്ചു ഏത് ദാസങ്ങൾ? അപ്പം അന്ന് 15 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ സിനിമയിലൊക്കെ പാടുന്നില്ലേ യേശുദാസ് അച്ഛൻ്റെ സുഹൃത്താണ്, ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫാദർ ഡോക്ടറാണ്. അപ്പം ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കൊല്ലത്ത് വന്നതാണ്. അന്ന് ചേട്ടൻ പാട്ട് തുടങ്ങിയില്ല? അന്ന് പാടും സ്കൂളിൽ പാടുമായിരുന്നു. അങ്ങനെ ആണ് ഞാൻ ദാസേട്ടനെ ആദ്യം കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്ന സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ അകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മറ്റേ ഇതില്ലേ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ഈ പാട്ടൊക്കെ ഒന്ന് ഭയങ്കര ഹിറ്റാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ദാസേട്ടനെ കാണുന്നു. അപ്പം ഞാൻ അപ്പോഴും വെള്ളയാണ്. കാരണം എൻ്റെ ഫാദർ വെള്ളയായിരുന്നു ധരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഈ ആതുര സേവന രംഗത്ത് വർക്ക് ചെയ്യുന്ന അന്നത്തെ ഡോക്ടർമാർ, പ്രത്യേകിച്ചും 1950-60 കാലഘട്ടത്തിലൊക്കെ നിർബന്ധമായിട്ടും വെള്ള തന്നെയായിരുന്നു. മെഡിക്കൽ കോളേജിലെ എല്ലാവരും, ഡോക്ടർമാരായാലും നഴ്സുമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫായാലും അറ്റൻഡർമാരാണെങ്കിലും ഒക്കെ വെള്ള ഇതായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ പോയാൽ. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പല കളറിലൊക്കെ ഉള്ള വേഷങ്ങളൊക്കെ വന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ നിർബന്ധപൂർവ്വം വെള്ള ധരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും സ്കൂളിൽ വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഈ 2 കളറേ ഉള്ളൂ. അപ്പം ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സ്കൂൾ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് മാത്രം വെള്ള പാൻറ്റും വെള്ള ഷർട്ടും, സ്കൂൾ സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും അന്ന് മുതലേ വെള്ള തന്നെയാണ്. അപ്പം അന്ന് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമാണ്. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് സമയത്തിന് ഇപ്പുറം ആരൊക്കെയോ ദാസേട്ടനോടുള്ള ആരാധന കൊണ്ടാണ്. ഒന്നുമില്ല, ഞാൻ അന്ന് ദാസേട്ടനെ കാണുന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്ത് വരുമ്പോഴാണ്. അപ്പം അന്ന് ഈ പറഞ്ഞാലേ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമാണ്, വേറെ ഒന്നുമില്ല. ചെരുപ്പും പിന്നെ വാച്ചും ഒന്നുമില്ല. അന്ന് വാച്ചൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമേ വാച്ച് കിട്ടുള്ളൂ. അച്ഛൻ്റെ വാച്ചോ അല്ലെ ആരുടെയെങ്കിലും വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് പോകുന്നത് പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ദാസേട്ടനെ കണ്ടപ്പോൾ പുള്ളി കംപ്ലീറ്റ് വെള്ള. അപ്പം അന്ന് വൈകിട്ട് ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗാനമേളയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ സുജാതയും പിന്നെ നല്ല കൊച്ചുകുട്ടിയാണ്, 13 വയസ്സ് മറ്റേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരിയും ഈ ഫ്രോക്കും പിന്നെ സ്റ്റോക്കിങ്സും ഒക്കെ ഇട്ട് വെള്ള. അപ്പോൾ ഭയങ്കര രസം. ഓർക്കസ്ട്രക്കാരാണ് ഒരു മെറൂൺ കളറിലുള്ളൊരു ഡ്രസ്സിലിരിക്കുന്ന ഓർക്കസ്ട്ര. അതിൻ്റെ നടുക്ക് 2 പേര് വെള്ള വേഷത്തിൽ നിന്ന് പാടുന്നു. അപ്പോൾ കാണാനും നല്ലൊരു സുഖം, ഒരു പഞ്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇതങ്ങ് മതി, ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ 53 വർഷമായി ഞാൻ വെള്ള മാത്രം. വീട്ടിലാണേലും പുറത്താണേലും എല്ലാം വെള്ള തന്നെ. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു നിർബന്ധപൂർവ്വം അങ്ങനെ അങ്ങ് ആക്കി. എന്ന് വെച്ചാൽ എനിക്ക് മറ്റ് വേഷങ്ങളിട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യേശുദാസിനെ കാണുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി 3-4 പാട്ട് പാടിച്ചു. നീ ഇത് പാടിക്കുക, മറ്റേ പാടിക്കുക, ഇതറിയോ അതറിയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാനൊരു 3-4 തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ശബ്ദമൊക്കെ കൊള്ളാം, സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അച്ഛൻ ഡോക്ടറായിരുന്നു, അച്ഛൻ്റെ അച്ഛനും ഡോക്ടറായിരുന്നു. അപ്പോൾ സംഗീതം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം കുറച്ച് സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇതിനകത്താണ് നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ. അപ്പോൾ അത്രയും കൂടെ പറഞ്ഞ് കേട്ടു. വൈകുന്നേരം ഗാനമേളയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തീരുമാനിച്ചു, മതി, ഇത് മതി, ഉറപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്.